അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ, ഇന്നു മുതൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് വലിയ ഹൈറാത്തുകൾ വന്നു ചേരുകയും ചെയ്യും. എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുക. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കണം. സ്വലാത്ത് നമുക്കറിയാം, ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. സ്വലാത്ത് പ്രത്യേകിച്ച് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. അതിൽ കുറേ ആളുകൾക്ക് അനുഭവമുള്ളൊരു സ്വലാത്തുണ്ട്, വളരെ ചെറിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലെ പകലിലൊക്കെ ആയിട്ട് ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിയ, അതുകൊണ്ട് അനുഭവം ലഭിച്ച എത്രയോ ഉമ്മമാർ ഉപ്പമാർ, പല ആളുകളും മഹാന്മാരുടെ കൂട്ടത്തിലൊക്കെ അവർ ചൊല്ലിയിട്ട് അവർക്ക് ഇതുകൊണ്ട് ലഭിച്ച നേട്ടങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല, അത്രമേലുണ്ട്. ഇതൊരു അനുഭവമുള്ള സ്വലാത്ത് കൂടെയാണ്. സ്വലാത്ത് ഏതു നമുക്ക് ചൊല്ലാം, ഏത് രൂപത്തിലും ചൊല്ലാം. പക്ഷേ ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വമാണ് നമ്മൾ പറയുന്നത്. അത്രമേൽ പവിത്രതയുള്ള ആ സ്വലാത്തിൻ്റെ വിഷയങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്, നിങ്ങൾ ചൊല്ലുന്നതാണെന്നൊക്കെ അറിയാം. എന്നാലും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ നോക്കൂ, സ്വലാത്ത് ഇതെന്നറിയോ? സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൻ നൂർ എന്ന് പറയുന്ന സ്വലാത്ത്. അതെങ്ങനെയാണ് ചൊല്ലേണ്ടത്? എങ്ങനെയാണ് അത്? നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ്. പക്ഷേ ഇത് 1000 തവണ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയിട്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ, അല്ലെങ്കിൽ രാവിലോ പകലിലോ ഒക്കെ ആയിട്ട് ചൊല്ലിയിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് ഇജാബത്ത് വളരെ പെട്ടെന്ന് ലഭിക്കുമെന്ന് സ്വാലിഹീങ്ങൾ പറയുന്നു. മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് 1000 തവണ സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിക്കുന്ന വിഷയങ്ങൾക്ക് ഇജാബത്തുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചൊല്ലുമ്പോൾ വെള്ളിയാഴ്ചയുടെ മഹത്വം, ചൊല്ലുന്നത് സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയ ഉടനെയാണ് ദുആ ചെയ്യുന്നത്. ഇജാബത്ത് കിട്ടാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് ഇനി 1000 തവണ വെള്ളിയാഴ്ച രാവിലെ പകലിലൊക്കെ ചൊല്ലി തീർക്കാൻ കഴിയൂല, അങ്ങനെ എത്തിക്കിട്ടൂല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഒരു 120 അല്ലെങ്കിൽ 100 സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച രാവെത്തുമ്പോൾ അത് 1000 ആകുന്ന രൂപത്തിലേക്ക് ചൊല്ലി പൂർത്തീകരിക്കാം. ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവിലെ അങ്ങനെ ഇരുന്ന് 1000 തവണ. ഇത് വളരെ എളുപ്പമുള്ള സ്വലാത്തും കൂടിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചൊല്ലാൻ എത്ര എളുപ്പമെന്നറിയാം. നല്ല രസമുള്ളൊരു സ്വലാത്താണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്വലാത്തും കൂടിയാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക്, ഞാൻ സ്വലാത്ത് ഇല്ലെന്ന ആളാണെന്നൊന്നും പറയല്ല കേട്ടാ. നമ്മളിങ്ങനെ നമ്മളെ നാക്കിലിങ്ങനെ അറിയാതെ ഈ സ്വലാത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. നമ്മൾ ചൊല്ലാതെ തന്നെ നമ്മളിങ്ങനെ ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് പോലെ ഈ സ്വലാത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ട്? ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ വരികയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയത്തിന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. എന്നാൽ നമ്മുടെ നാക്കിൽ ഇങ്ങനെ നമ്മളറിയാതെ നാക്ക് ഇതിങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ചൊല്ലുന്ന പോലെ തോന്നിപ്പോകുന്നു. അങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് ചൊല്ലാനൊക്കെ തൗഫീഖ് ലഭിക്കുന്നൊരു സ്വലാത്ത് കൂടെയാണ്. നിങ്ങൾക്കത് പതിവാക്കുക. നല്ല നേട്ടങ്ങൾ ഇതുകൊണ്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, 1,00,000 തവണ സ്വലാത്തുൻ നൂർ, സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന ഈ സ്വലാത്ത്, അതാരെങ്കിലും ഒന്ന് ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നല്ല നിയ്യത്തോടു കൂടെ ചൊല്ലി 1,00,000 തവണ സ്വലാത്തുൽ നൂർ എന്ന് പറയുന്ന, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്ന് പറയുന്ന ഈ സ്വലാത്ത് അങ്ങോട്ട് പൂർത്തീകരിക്കുന്ന ആ സമയത്ത് ചോദിക്കുന്നത് അത് വളരെ പെട്ടെന്ന് കിട്ടുന്നുള്ള അനുഭവ സമ്പത്തുള്ള എത്രയോ ആളുകളുണ്ട്. അത് മുജറബാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ ആ വിവരം നമുക്കൊക്കെ അറിയാം. ഇദൻ യക്ഫീക ഹമ്മദ് ദുനിയ വ ഹമ്മൽ ആഖിറ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. അതുകൊണ്ട് തന്നെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, സ്വലാത്ത് കൊണ്ട് അത് തീർക്കാൻ പറ്റുന്നതാണ്. സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് തീരാത്ത കടങ്ങളില്ല, മാറാത്ത രോഗങ്ങളില്ല, മാറാത്ത പ്രതിസന്ധികളില്ല. വീടില്ലാത്തവരാണോ, ചൊല്ലിക്കോ നല്ല നീയത്തോടുകൂടെ 1,00,000 തവണ സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കിക്കോ. അങ്ങനെ ചൊല്ലിക്കോ. ചൊല്ലി പൂർത്തീകരിക്കുന്ന ആ സന്ദർഭം
സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്തോ, എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട്, തീർച്ചയായും അതിനുള്ളൊരു വഴി നീ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അത് എത്തിക്കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു ഉംറ ചെയ്യണമെന്ന നീയത്തോടുകൂടെ ഉംറയ്ക്ക് പോകാൻ സാധിക്കാതെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ട എത്രയോ ആളുകളുണ്ട്. നല്ല നീയത്തോടുകൂടെ ചൊല്ലിക്കോ, അള്ളാഹു നല്ലൊരു വഴി തുറന്നു തരുമെന്ന് അനുഭവമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവ് മുതൽ ഇതിനേക്കാൾ കൂടുതൽ ഇത് ചൊല്ലുന്നവരുണ്ടാവും കേട്ടോ. ഞാൻ പറയുന്നത് ചുരുങ്ങിയത് ഒരു 1000 തവണയെങ്കിലും സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലുക. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വലാത്താണ്. നല്ല രോഗങ്ങളുള്ളവരുണ്ട്, ഉമ്മക്ക് ഉപ്പക്ക് രോഗമുള്ളവർ, സ്വന്തം രോഗമുള്ളവർ, മക്കൾക്ക് രോഗമുള്ളവർ മാറണമെന്ന നീയത്തോടു കൂടെ ചൊല്ലി നോക്കൂ. വളരെ പെട്ടെന്ന് അത് ഷിഫയായി കിട്ടും. മക്കളൊക്കെ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഒരു കുത്തഴിഞ്ഞ് ജീവിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മകളോ മറ്റോ കേട്ട് ഏതൊക്കെയോ നമുക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ മക്കൾ, ഇത്തരം മക്കളുടെയൊക്കെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്കൊക്കെ അറിയാം, ഇതിലറിയാവുന്നവരുണ്ട്. 2 വരി ബെയ്ത്തുണ്ട്, നമുക്കൊക്കെ അറിയാം. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. ഈ ബെയ്ത്ത് ആരാണോ പതിവായി ചൊല്ലുന്നത് അവൻ മുസ്ലിമായിട്ടേ മരിക്കൂ. അവൻ്റെ ഈമാൻ ഒരു കാരണവശാലും ഊരിപ്പോകുകയില്ല. ആ വിഷയത്തിൽ ഒരു സംശയവുമില്ല. വലിയ ഫലമുള്ള ഒരു അമലാണത്, വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലാണത്. ഇതാരാ പറയുന്നത്? ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല. നമ്മളൊക്കെ ഷാഫി മദ്ഹബിലേക്ക് ആധികാരിക ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നത്. ആ ഫത്ഹുൽ മുഈനിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മഹാനരായ മുഹമ്മദ് ഷത്തദ്ദമ്യാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി. അതിൻ്റെ പേരാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇആനത്തു ത്വാലിബീൻ. നമ്മുടെ ദർസിൽ പഠിക്കുമ്പോൾ മുതഅല്ലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ ഓദിക്കുന്ന ഓതിക്കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ സുന്നത്തുകളെന്ത്, ഫർളുകളെന്ത്, കറാഹത്തെന്ത്, ഹറാമെന്ത്, ഇതൊക്കെ കൃത്യമായി വിശദീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനരായ മുഹമ്മദ് ഷത്തദ്ദമ്യാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അന്നമൻ വാളബ അലാ ഖിറാഅത്തി ഹാദൈനിൽ ബൈതൈൻ, ആരെങ്കിലും ഈ 2 ബൈത്തുകളെ പതിവാക്കിയാൽ ഫീ കുല്ലി യൗമിൻ അല്ല ഫീ വെള്ളിയാഴ്ച ദിവസത്തിൽ ആരെങ്കിലും ഇത് പതിവാക്കിയാൽ തവഫാഹുല്ലാഹു അലൽ ഇസ്ലാമി മിൻ ഗൈരി ശിർക്കിൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിസായ ഈമാനോടുകൂടെയാണ് അവൻ്റെ റൂഹിനെ പിടിക്കുക. അവൻ്റെ ഈമാൻ ഖബൂലാകും, അവൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണ് പെടുക. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് എത്ര തവണ ചൊല്ലണം? അത് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചുരുങ്ങിയത് 5 തവണയെങ്കിലും അത് പതിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ 5 തവണ ഇത് ചൊല്ലാൻ അധികം സമയം വേണോ? വേണ്ട. നമ്മൾ തന്നെ ഇപ്പോൾ 1 തവണ ചൊല്ലി, ഇത് പറഞ്ഞപ്പോൾ തന്നെ ചൊല്ലിയവരുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 2 കാര്യങ്ങൾ വെള്ളിയാഴ്ച ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ കാണാം. ഇക്സാറു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്താണെന്നുള്ളത്. സ്വലാത്ത് ചൊല്ലുന്നത് വേറെ, വർദ്ധിപ്പിക്കുന്നത് വേറെ. വർദ്ധിപ്പിക്കൽ സുന്നത്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര? നമ്മൾ മുമ്പ് പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട്. വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മിനിമം 300 തവണയെങ്കിലും ചൊല്ലണം, എന്നാലാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ 200 തവണ സ്വലാത്ത് ചൊല്ലി, ഒരാൾ 305 തവണ 300 തവണ സ്വലാത്ത് ചൊല്ലി. എന്നാൽ ഒരുത്തൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണ്, മറ്റൊരുത്തൻ സ്വലാത്ത് ചൊല്ലിയവനാണ്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരു ഡിഫറൻറ്റ് മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ 300 എന്നെങ്കിലും ചുരുങ്ങിയത് വെള്ളിയാഴ്ച രാവിലെ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്നല്ല, സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. വർദ്ധിപ്പിക്കുന്നതിൻ്റെ പരിധിയിൽ പെടണമെങ്കിൽ ചുരുങ്ങിയത് 300 തവണ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ നമ്മൾ 1000 തവണ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് വർദ്ധിപ്പിച്ചതിൻ്റെ ആ ഫലത്തിലും പെടാൻ പറ്റും. അതേപോലെ തന്നെ അൽകഫ് വർദ്ധിപ്പിക്കണം എന്നാണ്. അൽകഫ് ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ഉസ്താദ്, അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നമ്മുടെയൊക്കെ ഉസ്താദുമാർക്ക്, ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് നമ്മളൊക്കെ പഠിപ്പിച്ച, മദ്രസയിലേക്ക് പഠിപ്പിച്ച ഉസ്താദുമാരിൽ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയൂ. നമ്മൾ പഠിപ്പിച്ച ഉസ്താദുമാർക്കൊക്കെ ദുആ ചെയ്യുമ്പോൾ
മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ അവർക്ക് വേണ്ടി ദുആ ചെയ്തത് അതൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി കാരണമാവുകയും ചെയ്യുന്ന മഹാനരെ ഷാഫി ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാതെ ഒരു ദുആവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലനാ വറഹംനാ വലി വാലിദീന വലി മശായിഖിന വലി അസാത്തിദത്തിന വലിമൻ മാതു മിന്ന വലിമൻ ഔസാന ബിദ്ദുആ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അവിടെ അല്ലാഹുമ്മ ഗഫിർ ലനാ വറഹംനാ വലി വാലിദീന വലി മശായിഖിന എന്നൊക്കെ പറഞ്ഞ് വലിയ അസാത്തിദത്തിന എന്ന് പറഞ്ഞ ഉസ്താദുമാരെയും മാതാപിതാക്കളൊക്കെ ഉൾപ്പെടുത്തുന്ന എന്തിനാ? അത് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അതിലൂടെയാണ് അതെല്ലാം ബറക്കത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഷാഫി ഇമാമക്ക് ഷാഫി ഇമാമിൻ്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ദുആവും ഷാഫി ഇമാമിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉസ്താദുമാർ വിട പറഞ്ഞു പോയവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗാക്കട്ടെ, അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ പകർത്തുന്നവരുണ്ട്, പതിവാക്കുന്നവരുണ്ട്. നമുക്ക് ഇനിയും ചൊല്ലാം, പകർത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമ്മയൊക്കെ ഈമാൻ കബൂലാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.